നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മെഡിക്കൽ കോളേജിലെ രോഗികൾക്കായി ഭക്ഷണം എത്തിച്ചത് തടഞ്ഞ് ഒരു കൂട്ടം യുവാക്കൾ. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയായ NK പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള യുവാക്കളാണ് കൊല്ലം മെഡിക്കൽ കോളേജിലെത്തി ഭക്ഷണം കാത്തുനിന്നവരുടെ മുന്നിൽ വെച്ച് കൊടും ക്രൂരത കാണിച്ചത്. ഭക്ഷണ വിതരണത്തിൽ പാർട്ടിയിൽപ്പെട്ടവരുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ചട്ടലംഘനമാണെന്നും അതിനാൽ ഇത് പാരിതോഷികമായി കണക്കാക്കുമെന്നതിനാൽ ഇലക്ഷൻ കഴിയുന്നതുവരെ ഭക്ഷണം എത്തിക്കരുതെന്നും ചൂണ്ടിക്കാട്ടി കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി പ്രേമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിരിക്കുകയാണ്. ഒരു നേരത്തെ ഭക്ഷണം പോലും വിലക്കിയ NK പ്രേമചന്ദ്രൻ MPയുടെ ഈ നടപടി മെഡിക്കൽ കോളേജിലെ പാവപ്പെട്ട കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കുമിടയിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. ദൂരെ വീടുകളുള്ള പണമില്ലാത്ത രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആശ്വാസമായി എത്തിച്ച ഭക്ഷണമാണ് ഇപ്പോൾ പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഇതുമൂലം അന്നമുട്ടുന്നത് നൂറുകണക്കിന് മെഡിക്കൽ കോളേജ് അന്തേവാസികളാണ്. രോഗികളെ ശുശ്രൂഷിക്കാനും അവർക്ക് വേണ്ട പരിശോധനകൾക്കും മറ്റു കാര്യങ്ങൾക്കുമായി നെട്ടോട്ടമോടുന്നവർക്കും ഒരാശ്വാസമായിരുന്നു സന്നദ്ധ സംഘടനകളുടെയും വീട്ടമ്മമാരുടെയും യുവാക്കളുടെയും ഒക്കെ ഈ സൗജന്യ ഭക്ഷണ സംവിധാനം. സൗജന്യ ഭക്ഷണം തടയുന്നതോടെ രോഗികൾ ചികിത്സയ്ക്കായി കരുതിയിരിക്കുന്ന പണത്തിൽ നിന്ന് ഭക്ഷണം കണ്ടെത്തേണ്ട അവസ്ഥയായി. എന്തായാലും കണ്ണിൽ ചോരയില്ലാത്ത പ്രേമചന്ദ്രന്റെ ഈ നടപടി ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇടയിലും അതൃപ്തിയും വിമർശനങ്ങളും ഇതിനകം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉച്ചഭക്ഷണ വിതരണത്തിന് ഇതുവരെ മുടക്കമുണ്ടായിരുന്നില്ല. ഏതു സമയത്തും മഴയത്തും വെയിലത്തും ഞങ്ങൾ ചോറ് തിന്നിട്ടുണ്ട്. ഇത്രയും ദിവസം ഞങ്ങൾ വിശപ്പറിഞ്ഞിട്ടില്ല. പ്രേമചന്ദ്രൻ സാർ അങ്ങനെ പറയുന്നത് തെറ്റാണ്. 3 വർഷം കഴിഞ്ഞു ഇവിടെ ചോറ് വിതരണം ചെയ്യാൻ. മനസമാധാനമായി ഒന്ന് തലചായ്ക്കാൻ പോലും കഴിയാത്ത രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ഒരു നേരത്തെ അന്നം കിട്ടിയാൽ ദൈവമേ എന്ന് വിചാരിച്ചാണ് കഴിക്കാറ്. അതില്ലാതാക്കാൻ കാര്യമെന്താണ്? പ്രേമചന്ദ്രൻ സാർ ഇങ്ങനെ പറയേണ്ട കാര്യം എന്താണ്? ഇത് പ്രേമചന്ദ്രന്റെ വീട്ടിൽ നിന്ന് വരുന്ന ആഹാരമൊന്നുമല്ലല്ലോ. ഓരോ വീട്ടിലും കയറി പാവങ്ങൾ നടന്ന് ഓരോ പൊതി വാങ്ങിച്ചതാണ് കൊണ്ടുവരുന്നത്. മെഡിക്കൽ കോളേജിലെ ഒരു സ്ത്രീ പറയുന്നു, രാഷ്ട്രീയത്തിന്റെ പേരിലായാലും തെരഞ്ഞെടുപ്പിന്റെ പേരിലായാലും സാധാരണക്കാർക്ക് ഒരു നേരത്തെ അന്നം മുട്ടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെയും സ്ഥാനാർത്ഥിയെയും തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എങ്ങനെ വിശ്വസിച്ച് ജയിപ്പിക്കാനാണ്? അല്ലെങ്കിലും സാധാരണക്കാരുടെ വയറ്റത്തടിച്ചുകൊണ്ടുള്ള ഇത്തരമൊരു തീരുമാനം മണ്ടത്തരമാണെന്ന് പറഞ്ഞു കൊടുക്കാൻ വിവരമുള്ള അണികൾ പോലും പാർട്ടിയിൽ ഇല്ലാതെ പോയല്ലോ. ഏത് എതിർ പാർട്ടി ആയാലും അതിനെ മുട്ടുകുത്തിക്കാൻ പ്രേമചന്ദ്രൻ ഈ ചെയ്തത് അല്പം കടന്ന കൈയായിപ്പോയി. പാർട്ടിയുടെയും തെരഞ്ഞെടുപ്പിന്റെയും പേര് പറഞ്ഞ് ഇത്തരത്തിൽ ഭക്ഷണം നിരസിക്കുമ്പോൾ ബലിയാടാവുന്നത് സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങളാണെന്ന് ഓർമ്മ ഒരു MPക്ക് ഉണ്ടാവാത്തത് ഖേദകരമാണ്, പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.